BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. പൊതുജനങ്ങളുടെ അപേക്ഷകളിൽ തീർപ്പ് വൈകിപ്പിക്കുന്നത് അഴിമതിയായി കണക്കാക്കണമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കരുതലും കൈത്താങ്ങും പറവൂർ താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി സാധ്യമായ പരിഹാരം വേഗത്തിൽ ലഭ്യമാക്കണം. അനാവശ്യമായി വൈകിപ്പിക്കരുത്. സാധ്യമല്ലാത്ത കാര്യങ്ങൾ എത്രയും വേഗം അപേക്ഷകനെ അറിയിക്കണം. ഓരോ അദാലത്ത് കഴിയുമ്പോഴും പരാതികൾ കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അദാലത്തിൽ ഉയരുന്ന പൊതുപ്രശ്നങ്ങൾ സമഗ്രമായി പരിഗണിക്കും. ചട്ടങ്ങളിലും നിയമങ്ങളിലും ഇളവ് വേണ്ട കാര്യങ്ങൾ സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമപരമായ തടസ്സങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നും ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലളിതമായി പരിഹരിക്കാൻ സംവിധാനം ഉണ്ടാക്കണമെന്നും ചടങ്ങിൽ അധ്യക്ഷനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ, ഉപാധ്യക്ഷൻ AK രാജു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ യേശുദാസ് പറപ്പള്ളി, KV രവീന്ദ്രൻ, AS അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കമല സദാനന്ദൻ, രമ്യ തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തനി ഗോപകുമാർ, PM മനാഫ്, രശ്മി അനിൽകുമാർ, ലീന വിശ്വൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ്, സബ് കളക്ടർ K മീര, അസിസ്റ്റന്റ് കളക്ടർ അഞ്ജിത് സിംഗ്, ഡെപ്യൂട്ടി കളക്ടർമാരായ റേച്ചൽ വർഗീസ്, K മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കരുതലും കൈത്താങ്ങും അദാലത്തിൽ 30 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി. ക്യാൻസർ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള 20 പേർക്ക് മുൻഗണനാ PHH കാർഡുകൾ ലഭിച്ചു. നിരാലംബരായ ആശ്രയ വിഭാഗക്കാർ, അതിദരിദ്രർ എന്നിവരടക്കമുള്ള 10 പേർക്ക് അന്ത്യോദയ അന്ന യോജന കാർഡുകളും നൽകി. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിൽ കൂടുതൽ അപാകതകൾ പുറത്ത്. വാർഡിൽ വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടില്ല. താൽക്കാലിക കണക്ഷൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഇൻവെർട്ടർ സംവിധാനം തകരാറിലായതിനാൽ കറണ്ട് പോയാൽ രോഗികൾ ഇരുട്ടിലാകും. ഇന്റർനെറ്റ് സംവിധാനവും കമ്പ്യൂട്ടറും നൽകിയിട്ടില്ല. വാർഡിലെയും നഴ്സസ് മുറിയിലെയും ഫാൻ പ്രവർത്തിക്കുന്നില്ല. മെഡിക്കൽ ഗ്യാസ് അലാം, ഓട്ടോക്ലേവ്, റെഫ്രിജറേറ്റർ എന്നിവ ഇൻസ്റ്റാൾ ചെയ്ത് നൽകിയിട്ടില്ല. എമർജൻസി പ്രൊസീജിയർ റൂമിലെ ടാപ്പ് പ്രവർത്തിക്കുന്നില്ല. സെക്ഷൻ പരിശോധിച്ച് നൽകിയിട്ടില്ല. വാഷ് ബേസിനുകളിൽ ലീക്ക് ഉണ്ട്. വലുപ്പം കുറഞ്ഞ വാഷ് ബേസിനുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ രോഗികൾക്കും ജീവനക്കാർക്കും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. കാർഡിയാക് ടേബിളും ഉപയോഗിക്കാനാകുന്നില്ല. മഴ പെയ്താൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ്. ഭിത്തിയിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. മുറ്റത്ത് സ്ഥാപിച്ച എർത്ത് ബിറ്റ് ഉയർന്നു നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ കയറ്റാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. സെപ്റ്റിക് ടാങ്ക് നിർമ്മാണത്തിലും അപാകതയുണ്ട്. വളരെ ചെറിയ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചതിനാലാണ് പെട്ടെന്ന് നിറഞ്ഞ് ശുചിമുറി ഉപയോഗിക്കാൻ പറ്റാതാകുന്നത് എന്നാണ് ആക്ഷേപം. തകരാറിലായ ശുചിമുറിയിൽ നിന്ന് ദുർഗന്ധം വാർഡിൽ വ്യാപിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വാർഡിൽ തുടർന്നാൽ രോഗം മൂർച്ഛിക്കുമെന്ന സ്ഥിതി രോഗികൾ പറഞ്ഞു. ഇക്കാരണത്താൽ പലരും ഡിസ്ചാർജ് വാങ്ങിപ്പോയി. ടൈൽ വിരിച്ചതിന്റെ അപാകത മൂലം രോഗികളെ എക്സ്റേ റൂമിലേക്കോ സ്ട്രെച്ചറിലേക്കോ വീൽചെയറിലേക്കോ കൊണ്ടുവരാൻ സാധിക്കില്ല. ആശുപത്രിയുടെ മുൻഭാഗത്ത് കൂടി MC റോഡ് വഴി വാഹനത്തിലാണ് നടക്കാനാകാത്ത രോഗികളെ ഇപ്പോൾ എക്സ്റേ റൂമിൽ എത്തിക്കുന്നത്. അനുവദിച്ചു കിട്ടിയ ഡിസൈൻ അനുസരിച്ചാണ് കെട്ടിടം പണി പൂർത്തിയാക്കിയതെന്നാണ് നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന തൃശൂർ ലേബർ സൊസൈറ്റി അധികൃതരുടെ വിശദീകരണം. എയർ ഹോൾ, എക്സ്ഹോസ്റ്റ് ഫാൻ തുടങ്ങിയവ പ്ലാനിൽ ഇല്ലാത്തതിനാൽ നിർമ്മിച്ചില്ല. വീൽചെയർ മാത്രം കയറ്റാനുള്ള റാമ്പാണ് ഉണ്ടാക്കിയത്. വേണമെങ്കിൽ റാമ്പിന്റെ പോരായ്മ പരിഹരിക്കാം. ഒരു വശത്തെ ലൈറ്റുകൾ ഓഫാക്കാനാകാത്തത് പരിശോധിക്കും. ശുചിമുറിയുടെ തകരാർ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പരാതികൾ പരിശോധിക്കാനെത്തിയ കമ്പനി അധികൃതർ വിശദീകരിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. പ്രളയത്തിൽ തകർന്ന തോട്ടഞ്ചേരി പാലത്തിന് പുനർജന്മം. തൂക്കുപാലത്തിന് പകരം നിർമ്മിക്കുന്ന കോൺക്രീറ്റ് പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ഡീൻ കുര്യാക്കോസ് MT അറിയിച്ചു. 110 മീറ്റർ നീളവും 7.5 മീറ്റർ വീതിയും പുതിയ പാലത്തിനുണ്ടാകും. 22 മീറ്റർ നീളമുള്ള 5 സ്പാനുകൾ പാലത്തിന് ഫലമേകും. നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ 2 വരിയിൽ ഗതാഗതവും ഇവിടെ യാഥാർത്ഥ്യമാകും. 7.54 കോടി രൂപയാണ് ടെൻഡറിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ തുക. തോട്ടഞ്ചേരി, കടുംപിടി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് കാളിയാർ പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. PMGSY 3ാം ഘട്ട പദ്ധതിയിൽ കേരളത്തിൽ അനുവദിച്ചതിൽ ഏറ്റവും ദൈർഘ്യമേറിയ പാലമെന്ന പ്രത്യേകതയും തോട്ടഞ്ചേരി പാലത്തിനാണ്.
ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഒർബാനും കുടുംബവും സ്വകാര്യ സന്ദർശനത്തിനായി കൊച്ചിയിലെത്തി. ഇന്നലെ രാവിലെ കൊച്ചിയിലെത്തിയ അദ്ദേഹത്തോടൊപ്പം ഭാര്യ അനിക്കോ ലിവായും 2 പെൺമക്കളും 5 അംഗ ഉദ്യോഗസ്ഥ സംഘവുമുണ്ട്. ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ തങ്ങിയ പ്രധാനമന്ത്രിയും സംഘവും ഇന്ന് മൂന്നാറിലേക്ക് പോകും. തേക്കടി, കുമരകം, ആലപ്പുഴ, അതിരപ്പള്ളി, വാഴച്ചാൽ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം 16-ന് അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തന്നെ മടങ്ങും. പോളണ്ടും ഹംഗറിയും തമ്മിൽ ഉഭയകക്ഷി തർക്കങ്ങൾ രൂക്ഷമായതിനിടയിലാണ് ഒർബാൻ കൊച്ചിയിലെത്തുന്നത്. അഴിമതി കേസിൽ പോളണ്ട് പുറത്താക്കിയ മുൻ മന്ത്രിക്ക് ഹംഗറി രാഷ്ട്രീയ അഭയം നൽകിയത് സംബന്ധിച്ച തർക്കങ്ങളെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം പോളണ്ട് ഏറ്റെടുക്കുന്ന ചടങ്ങിലേക്ക് ഹംഗേറിയൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നില്ല. ഇന്നലെയായിരുന്നു ചടങ്ങ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.